പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തോത്രം. കർത്താവ് വീണ്ടും ഒരു ദിവസവും കൂടെ നമ്മുടെ ജീവിതത്തിൽ ദാനമായിട്ട് നൽകി. ഒരുമിച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ദൈവവചനം നമുക്കൊന്ന് ധ്യാനിക്കുവാനും ഈ പ്രഭാത സമയത്തിൽ ദൈവവചനത്തോടൊപ്പവും ദൈവത്തോടൊപ്പവും നമുക്ക് സമയങ്ങൾ ചെലവഴിക്കുവാനും നല്ലൊരു ദിവസം നമുക്ക് പ്രാർത്ഥിച്ചാരംഭിക്കുവാനും സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വലിയ കൃപകളെ ഞാൻ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് അത് അനുഭവിക്കേണ്ടി വരുന്ന ഒരാളാണെങ്കിലും ഇന്ന് ഈ വചനം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ഇന്ന് ഈ ദൈവിക വാഗ്ദത്വം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്, നിങ്ങൾക്ക് സന്തോഷമാണ്, അതൊരു വലിയ വിടുതലാണ്. മക്കളെ ഓർത്ത് ഭാരപ്പെട്ട്, അവരുടെ പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വളരെ ഭാരത്തോടെയൊക്കെ ഇരിക്കുന്നവരും പ്രാർത്ഥിച്ച് മറുപടിക്കായി കാത്തിരിക്കുന്നവരുമൊക്കെ ഇന്നത്തെ ദൈവിക സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമാണ്. വലിയ പ്രശ്നങ്ങളുടെ നടുവിലും ഒരു സംരക്ഷകനായ ദൈവം നമുക്കുണ്ട്. ഒരു ദൈവം ഇതിൽ എപ്പോഴും ദൈവിക സംരക്ഷണത്തിൻ്റെ കീഴിലാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, വേഗത്തിൽ നമുക്കത് വായിക്കാം. സങ്കീർത്തനങ്ങൾ 91-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നത്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവ പൈതൽ അത്യുന്നതനായ ദൈവത്തിന്റെ മറവിലാണ്. ഒന്നുകൂടെ വ്യക്തമാക്കിയ, ഒരു ദൈവ പൈതലിന് എപ്പോഴും ദൈവിക സംരക്ഷണം, ശത്രുവിന് അവരെ ഒരിക്കലും തകർത്ത് കളയാൻ കഴിയുകയില്ല. കാര്യം ദൈവം അവർക്ക് സംരക്ഷകനായിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് സംരക്ഷകനാണെങ്കിൽ, ദൈവം നിങ്ങൾക്ക് സംരക്ഷകനാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആർക്കും, നിങ്ങളുടെ ജീവിതത്തെ ആർക്കും തകർക്കാൻ സാധ്യമല്ല. ഒരു പിശാചിനോ ഒരു ആഭിചാരത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഏതൊരു പ്രതിയോഗിക്കും അവനെ തകർക്കാൻ കഴിയുകയില്ല, അവൻ്റെ ജീവിതത്തെ തകർത്ത് കളയാൻ കഴിയുകയില്ല. കാര്യം ഒരു ഭക്തൻ എപ്പോഴും ദൈവത്തിൻ്റെ മറവിലാണ്, ദൈവിക മറവിലാണ്. ഒരു അപകടവും വരുവാൻ ദൈവം അനുവദിക്കുക. ഈ പുതിയ ദിവസത്തിൽ പറയാം, നമുക്ക് വിശ്വാസത്തോടെ പറയാം, ഒരു അപകടവും വരാതെ എന്നെ സൂക്ഷിക്കുന്നൊരു ദൈവം, എന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം. നമുക്ക് ഒരുമിച്ച് പറയാം പ്രിയമുള്ളത്. ഈ വചനത്തിൽ അങ്ങനെ പറയുക, നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം. ഈ വാഗ്ദത്തം നമുക്കൊന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് പറയാം, ഒരു അപകടവും വരാതെ എന്നെ സംരക്ഷണം ചെയ്യുന്നൊരു ദൈവം എനിക്കുണ്ട്. ഇന്നത്തെ ദിവസം അനുഗ്രഹമാക്കി തരുന്നൊരു ദൈവമുണ്ട്. ദൈവം വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. കാരണം ദൈവം വാക്ക് മാറാത്തൊരു ദൈവമാണ്. അതുകൊണ്ടാണ് നാം ദൈവമെന്ന് പറയുന്നത്. ദൈവത്തിന് വാക്ക് മാറാൻ കഴിയും. ദൈവം സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ദൈവം സംരക്ഷിക്കും. ദൈവം തൻ്റെ ജനത്തെ അല്ലെങ്കിൽ ഒരു ദൈവപൈതലിനെ ദൈവത്തിന് സംരക്ഷിക്കാൻ ആരുടെയും സഹായം ദൈവത്തിന് ആവശ്യമില്ല. ഒരു ദൈവപൈതൽ എപ്പോഴും അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിലാണ്. എത്ര പ്രശ്നങ്ങളുടെ നടുവിലും അവർ തകർന്നു പോകുകയില്ല. ദൈവം അവർക്ക് സംരക്ഷണം. ശത്രു കാണാത്ത വിധം ദൈവം മറയ്ക്കും. പ്രശ്നങ്ങൾ കടന്നു വരാം, പക്ഷേ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. പക്ഷേ പ്രശ്നങ്ങളെ വിടുവിച്ചുകൊണ്ട്, പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ നൽകി സ്വർഗത്തിലെ ദൈവം നമ്മെ നടത്തും. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ നടത്തും. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ തലമുറകളെ ഇന്ന് പകലൊന്ന് കണ്ട് പറഞ്ഞാട്ടെ, എൻ്റെ കുഞ്ഞ്, എൻ്റെ മോൻ, എൻ്റെ മോള്, എൻ്റെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത മോള്, എൻ്റെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത എൻ്റെ മോൻ, എൻ്റെ പഠിക്കുന്ന എൻ്റെ കുഞ്ഞ്, എക്സാം എഴുതുന്ന എൻ്റെ കുഞ്ഞ്, എൻ്റെ മക്കളെല്ലാം അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിലാണ് വസിക്കുന്നത്. സംരക്ഷകനായിട്ട് എൻ്റെ ദൈവം അവർക്കുണ്ട്.
പ്രാർത്ഥിക്കുന്ന വിശ്വാസത്തോടെ പറയാം. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കും, സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ ഒരു ദൈവ പൈതൽ എപ്പോഴും ഉണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ദൈവം സംരക്ഷകൻ. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നല്ലൊരു സംരക്ഷകനായ ദൈവം നമുക്കുള്ളത് കൊണ്ട്, കർത്താവ് ഞങ്ങളെ സംരക്ഷിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ തലമുറകളെ സംരക്ഷിക്കുന്നത് കൊണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിക്കുന്നത് കൊണ്ട് കർത്താവിന് ഞങ്ങൾ നന്ദി പറയും. പ്രാർത്ഥിക്കും. ദൈവകരങ്ങളെ നമുക്ക് സമർപ്പിക്കും. നമ്മെ, നമ്മുടെ കുടുംബത്തെയും തലമുറകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കും. പരിശുദ്ധനായ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തനായ കർത്താവേ അങ്ങയുടെ ചിറകിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനെന്ന കർത്താവിൻ്റെ വചനത്തിൽ കുറിച്ച് വചനത്തിൽ നിന്ന് ഞങ്ങൾ വായിക്കുകയാണ്. ദൈവം സംരക്ഷണം തരുന്നൊരു ദൈവമാണ്. ദൈവിക സംരക്ഷണം തൻ്റെ ജനത്തിൻ്റെ മേലുണ്ട്. ഞങ്ങൾക്കും ഞങ്ങളുടെ തലമുറകൾക്കും ദൈവിക സംരക്ഷണമുണ്ട്. എല്ലാ അപകടങ്ങളിൽ നിന്ന്, ശത്രു കൊണ്ടുവരുന്ന പദ്ധതികളിൽ നിന്ന്, കർത്താവെ പതിയിരിക്കുന്ന എല്ലാ പതിയിരിപ്പിൽ നിന്ന്, പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം സംരക്ഷണം നൽകി അനുഗ്രഹമാക്കുന്നൊരു പകലായി ഇന്നത്തെ പകൽ മാറട്ടെ. കരങ്ങളിൽ ഏൽപ്പിച്ച് സമർപ്പിക്കുന്നു. അത്ഭുതമാകട്ടെ. എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നാളിതുവരെ ഞങ്ങളെല്ലാവരെയും സംരക്ഷിച്ച ഞങ്ങളുടെ ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ തലമുറകളെ സംരക്ഷിച്ചല്ലോ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സംരക്ഷിച്ചല്ലോ. ഞങ്ങളുടെ കർത്താവേ ജീവിതത്തിൽ അങ്ങയുടെ നാം ഉയരപ്പെടുവാൻ സ്വർഗീയ പിതാവെ വീണ്ടും ഇടയാക്കണം. മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നാളിതുവരെയും നമ്മെ സംരക്ഷിച്ച് നടത്തിയ ദൈവം തുടർന്നും നമ്മെ സംരക്ഷിച്ച് നടത്താൻ മതിയായവനാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.